ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കുവാൻ ഒടുവിൽ നടപടിയായി. ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥാപിച്ച താൽക്കാലിക ഇരുമ്പ് പാലത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയ മാലിന്യം ഒഴുക്കിവിട്ടത്. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ആരംഭിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥാപിച്ചിരുന്ന താൽക്കാലിക ഇരുമ്പുപാലത്തിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റിയാണ് തടസ്സപ്പെട്ടിരുന്ന നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചത്. കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിനായി തോട്ടപ്പള്ളി സ്പിൽവേയിലെ 39 ഷട്ടറുകളും തുറന്നിരുന്നു. എന്നാൽ ഷട്ടറുകളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം അടിഞ്ഞുകൂടിയതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥാപിച്ച താൽക്കാലിക ഇരുമ്പുപാലത്തിൽ തട്ടി മാലിന്യം വലിയ തോതിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. കുട്ടനാട് MLA റെജി ചെറിയാൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർന്ന് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. താൽക്കാലിക ഇരുമ്പുപാലത്തിന്റെ 2 ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി ബാർജിന്റെ സഹായത്തോടെ മാലിന്യം നീക്കം ചെയ്തു. അതേസമയം തോട്ടപ്പള്ളി പൊഴിമുഖത്തിന്റെ വീതി കൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 365 മീറ്റർ വീതി ആവശ്യമായ പൊഴിമുഖത്ത് നിലവിൽ ഏകദേശം 100 മീറ്റർ മാത്രമാണ് വീതിയുണ്ടായിരുന്നത്. നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായാണ് പൊഴി വീണ്ടും മുറിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്.